ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് തുറവൂർ എന്ന സ്ഥലത്തുള്ള ഒരു അതിമനോഹരമായ 2 വീടുകളാണ്. ഇനി നമുക്ക് ഈ 2 വീടുകളും ഒന്ന് കണ്ടു നോക്കാം. ഈ മനോഹരമായ 2 വീടുകളുടെ മുന്നിലൂടെ അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു പോകുന്നത്. മനോഹരമായ ഒരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ മുറ്റത്ത് ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുറ്റത്ത് 1-2 വാഹനങ്ങൾക്ക് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെയായി നമുക്കൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയയുടെ സ്ഥാനം. ഇവിടെയാണ് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് മനോഹരമായ ഒരു കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചണിലേക്ക് വന്നാൽ ഇവിടെയായി നിറയെ സ്റ്റോറേജ് ഏരിയ താഴെയും മുകളിലുമായി കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ടോപ്പായി കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ഒരു L ഷേപ്പിലുള്ള ഒരു കിച്ചൺ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് സിങ്കിന്റെ സ്ഥാനം. കിച്ചണിൽ നിന്ന് പിൻഭാഗത്തേക്കായി ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വർക്ക് ഏരിയ പണിതെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെയാണ് അലക്കുകല്ലിൻ്റെ സ്ഥാനം. ഏതൊരു കാലാവസ്ഥയിലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രധാനമായ ജലസ്രോതസ് വെൽ വാട്ടർ തന്നെയാണ്. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പാളികളിലുള്ള വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. മനോഹരമായ വാർഡ്രോബുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ളതും GI സ്ക്വയർ ട്യൂബിൻ്റെ സ്റ്റീലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഇവിടെയാണ് മനോഹരമായ മൂന്നാമത്തെ ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 3 പാളികളിലുള്ള വാർഡ്രോബുകളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയായി ഒരു സ്റ്റഡി റൂം, അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂം, അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം, എന്ത് വേണമെങ്കിലും പറയാവുന്ന ഒരു റൂമായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ വിശാലമായ ഒരു ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നു. ബാൽക്കണിയുടെ ഈ ഭാഗത്തായി ടഫൻ ഗ്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ മുൻഭാഗത്ത് നമ്മുടെ മുറ്റവും റോഡും മറ്റ് പ്രകൃതി രമണീയമായ ഏരിയയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും പിൻഭാഗത്തേക്ക് വന്നാൽ ഇവിടെ വിശാലമായ ഒരു ഡ്രസ് വർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു വളരെ വിശാലമായ ഒരു യൂട്ടിലിറ്റി ഏരിയയായി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം. മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതിനായി ഇവിടെ ഒരു സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വീട്. ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ചുറ്റിലും നല്ല കോമ്പൗണ്ട് വാൾ കൊടുത്ത് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ മുൻഭാഗത്ത് ടൈൽ വിരിച്ച് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. 1-2 വാഹനങ്ങൾക്ക് ഇവിടെയും പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി ഒരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഇവിടെയായി ചെരുപ്പുകളെല്ലാം സൂക്ഷിക്കുന്നതിനായി പ്രത്യേകം ഒരു ഷെൽഫ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെയായി ഒരു ലിവിംഗ് ഏരിയ കിട്ടുന്നു. വളരെ മനോഹരമായ ഒരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. ഇവിടെയാണ് വാഷ് ഏരിയയുടെ സ്ഥാനം. ഇവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ ഏരിയ. അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ എല്ലാം കൊടുത്ത് ഗ്രാനൈറ്റ് വിരിച്ച് ഒരു കിച്ചൺ ടോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു കിച്ചണാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെയും 3 വാർഡ്രോബുകളാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഇതിനകത്തുണ്ട്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിററെല്ലാം കൊടുത്ത് ഷെൽഫെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി 3 പാളികളിലുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളതും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതുമായ ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. വളരെ വിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. 3 പാളികളിലുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു മിറർ കൊടുത്ത് ഷെൽഫ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണി തന്നെയാണ് ഈ വീടിനായി ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിനടിയിൽ ടഫൻ ഗ്ലാസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് വന്നാൽ ഇവിടെയായി അതിവിശാലമായ ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഡ്രസ് വർക്കെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ടൈൽ വർക്കെല്ലാം ചെയ്ത്
ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതിന് ഒരു സ്റ്റെപ്പുകൾ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ വീട് പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ്. അങ്കമാലി, തുറവൂർ, മഞ്ഞപ്ര, മറ്റൂർ, കാലടി എന്നീ പ്രദേശങ്ങളിലേക്കെല്ലാം വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ദൂരമേ ഈ വീട്ടിൽ നിന്നുള്ളൂ. മനോഹരമായ ഈ രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റോപ്പിന് വളരെ അടുത്തായിട്ടും തുറവൂർ ജംഗ്ഷനിൽ നിന്ന് 500 മീറ്ററും അങ്കമാലി ടൗണിലേക്ക് ഒരു 3.5-4 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ഈ രണ്ട് വീടുകൾ സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 10 കിലോമീറ്ററും അങ്കമാലി LF ഹോസ്പിറ്റലിലേക്ക് വെറും 4 കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഇവിടെ വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത് 2 മനോഹരമായ വീടുകളാണ്. അതിൽ ഒന്നാമത്തെ വീട് 4.5 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും അടങ്ങുന്ന ഒരു വീടാണ്. ആ വീടിന് ഉടമ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ വീടാണ് ഒന്നാമത്തെ വീട്. 4.5 സെൻറ്റ് സ്ഥലവും 1450 സ്ക്വയർ ഫീറ്റും 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും അടങ്ങുന്ന ഈ മനോഹരമായ വീടിനാണ് 63 ലക്ഷം രൂപ ഉടമ ചോദിക്കുന്നത്. ഈ വീടിന് വില നെഗോഷ്യബിൾ ആണ്. രണ്ടാമത്തെ വീടിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. 4,380 സെൻറ്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു വീടാണ്. ആ വീടിന് ഉടമ ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇതാണ് രണ്ടാമത്തെ വീട്. 4,380 സെൻറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളിൽ 1400 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ സുന്ദര മനോഹരമായ ഈ വീടിനാണ് ഉടമ ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.